നമസ്കാരം. നമ്മൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്നതാണോ? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരാൾക്ക് സംഗീതം ജീവനേക്കാൾ പ്രിയപ്പെട്ടത്, മറ്റൊരാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം, മറ്റൊരാൾക്ക് മറ്റുള്ളവരെ സേവിക്കാനുള്ള മനസ്സ്? ചില ആത്മീയ കാഴ്ചപ്പാടുകൾ പറയുന്നത് ഇവ വെറും യാദൃച്ഛിക ആഗ്രഹങ്ങളല്ല എന്നാണ്. നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ചില ആഴത്തുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ആന്തരിക വിളിയായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ഒരുപോലെയല്ല. ഒരു നിമിഷത്തെ മോഹവും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ആന്തരിക വിളിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും നിന്റെ മനസ്സിലേക്ക് വരികയാണോ? അതിനുവേണ്ടി നീ പഠിക്കാനും കഷ്ടപ്പെടാനും തയ്യാറാണോ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഒരു സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നിന്റെ ജീവിതപാതയായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യമായിരിക്കാം. പക്ഷേ ഓർക്കുക, യൂണിവേഴ്സ് വാതിൽ തുറന്നു തരും എന്ന വിശ്വാസം ചിലർക്കുണ്ടാകാം. എന്നാൽ ആ വാതിലിലൂടെ നടക്കേണ്ടത് നീ തന്നെയാണ്. വിത്ത് കയ്യിൽ കിട്ടിയാൽ മാത്രം വൃക്ഷമാകില്ല. അതും മണ്ണിൽ നടണം. ദിവസവും വെള്ളം നൽകണം. ക്ഷമയോടെ പരിപാലിക്കണം. അതുപോലെ ഒരു സ്വപ്നം ലഭിച്ചാൽ മാത്രം വിജയം വരില്ല. ആ സ്വപ്നത്തിന് അനുയോജ്യമായ പ്രവർത്തനമാണ് അതിനെ യാഥാർത്ഥ്യമാക്കുന്നത്. അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെ ഭയപ്പെടരുത്. അവയെ പരിശോധിക്കൂ. അവയ്ക്കായി പരിശ്രമിക്കൂ. ഓരോ ദിവസവും ചെറിയൊരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കൂ. ഒരുപക്ഷെ ഇന്ന് നിന്റെ മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്വപ്നം നിന്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ദിശയായിരിക്കാം. അവസാനം ഒരു ചോദ്യം. നിന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മടങ്ങിയെത്തുന്ന ആ ഒരു ആഗ്രഹം എന്താണ്? കമൻറ്റിൽ എഴുതാൻ മറക്കില്ല കേട്ടോ. എന്നിട്ട് ആ ആഗ്രഹത്തിനായിട്ടുള്ള ആദ്യത്തെ ചുവട് ഇന്ന് തന്നെ വയ്ക്കൂ. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ സ്വപ്നം എനിക്ക് മാത്രം തോന്നുന്നത് എന്തുകൊണ്ട്? ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളല്ല. ചിലർക്ക് സംഗീതം ഇഷ്ടമാണ്, ചിലർക്ക് അധ്യാപകനാകണം, ചിലർക്ക് ഒരു ബിസിനസ് തുടങ്ങണം, ചിലർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകണം. ആത്മീയമായി നോക്കുമ്പോൾ ചിലർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ചില ആഗ്രഹങ്ങൾ ജീവിതം നമ്മെ വിളിക്കുന്ന ദിശയുടെ സൂചനകളായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആഗ്രഹം മാത്രം മതിയാകില്ല. ഒരു വിത്ത് കയ്യിൽ കിട്ടിയാൽ മാത്രം വൃക്ഷമാകില്ല. അത് മണ്ണിൽ നട്ടാലേ വളരൂ. വെള്ളവും സൂര്യപ്രകാശവും സമയവും വേണം. അതുപോലെ തന്നെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വിശ്വാസം, കഠിനാധ്വാനം, പഠനം, സ്ഥിരത, ക്ഷമ എന്നിവ ആവശ്യമാണ്. ചിലപ്പോൾ ജീവിതം നമ്മെ പരീക്ഷിക്കും. വാതിലുകൾ അടയുന്നത് പോലെ തോന്നും. കാര്യങ്ങൾ വൈകും. അപ്പോൾ പലരും അവരുടെ സ്വപ്നം ഉപേക്ഷിക്കും. പക്ഷേ ആ വഴികൾ പരാജയമാകണമെന്നില്ല. അത് നമ്മെ കൂടുതൽ തയ്യാറാക്കുന്ന സമയമായിരിക്കാം. നിനക്ക് വീണ്ടും വീണ്ടും ഒരേ സ്വപ്നം മനസ്സിൽ വരുന്നുവെങ്കിൽ അതിനെ അവഗണിക്കരുത്. അതിനെ പരിശോധിക്കൂ. അതിനായി ചെറിയ ചെറിയ ചുവടുകൾ വയ്ക്കൂ. ഓരോ ദിവസവും ഒരു മുന്നേറ്റമെങ്കിലും നടത്തൂ. അവസാനം ഓർക്കുക, യൂണിവേഴ്സ് നിനക്ക് ഒരു ദിശ കാണിച്ചേക്കാം. പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നീ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കൂ. കാരണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് അവയെ വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലാണ്. ഇത് ഒരു ആത്മീയ കാഴ്ചപ്പാടാണ്. ആരെങ്കിലും അതിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അതിനെ മനഃശാസ്ത്രപരമായി നമ്മുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു ഉള്ളിലെ പ്രചോദനമായി കാണുകയും ചെയ്യാം. എന്തു തന്നെ ആയാലും നിന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും സഫലമാകട്ടെ. നന്ദി.